നമസ്കാരം. രാഷ്ട്രീയത്തിൽ പച്ച പിടിച്ച് കയറി വരുമെന്ന് കരുതി ഇറങ്ങിയ യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോ അതാ മാളിക മുകളേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്ന ഭവാൻ എന്ന് പറഞ്ഞ പോലെ യുവ നേതാവിന്റെ കയ്യിലിരിപ്പ് കാരണം ഇപ്പോ നേതാവിന് തലയിൽ മുണ്ടിട്ടിറങ്ങേണ്ട ഗതികേടിലാണ്. കോൺഗ്രസിൽ വീണു കിട്ടിയ ലൈംഗിക വിവാദം ഭരണപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു കച്ചിത്തുരുമ്പായിരുന്നു. സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ഒരു പിടിവള്ളി. ആദ്യ ലൈംഗിക പരാതിയെ തേച്ചു മാച്ച് കളയാൻ നല്ലതുപോലെ രാഹുൽ ഇറങ്ങി. പിന്നെ സോഷ്യൽ മീഡിയയിൽ പെണ്ണുങ്ങളും എത്തി രാഹുലിന്റെ പക്ഷം പിടിക്കാൻ. ഇതോടെ രാഹുലിന് വിശുദ്ധന്റെ പരിവേക്ഷവുമായി. അപ്പൊ പിന്നെ അതായിരുന്നു അടുത്ത പരാതിയുമായി 23-കാരി. പെട്ടില്ലേ രാഹുൽ കോഴി? പെട്ടു, ശരിക്കും പെട്ടു. എന്തായാലും നിലവിലെ വിവരം അനുസരിച്ച് രണ്ടാമത്തെ ബലാത്സംഗ പരാതി നൽകിയ 23-കാരി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകും. മൊഴി എടുക്കുന്നതിനുള്ള സമയം ചോദിച്ച് പോലീസ് അയച്ച ഇമെയിലിന് മറുപടിയായി യുവതി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. യുവതി ഉടൻ ക്രൈംബ്രാഞ്ചിന് രേഖാമൂലം പരാതി നൽകുകയും മൊഴി നൽകുകയും ചെയ്യും. KPCC പ്രസിഡന്റിന് ഇമെയിൽ വഴി ലഭിച്ച പരാതി DGPക്ക് കൈമാറിയതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. പേര് വെളിപ്പെടുത്താതെയായിരുന്നു പരാതി. 2023 വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്ത ശേഷം വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി. ബംഗളൂരു സ്വദേശിയായ 23-കാരിയും മൊഴി നൽകാൻ തയ്യാറായത് അന്വേഷണ സംഘത്തിന് നിർണായകമായിരിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. മുതിർന്ന അഭിഭാഷകൻ S. രാജീവ് രാഹുലിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകും. രണ്ട് യുവതികളുടെയും പരാതികളും ഡിജിറ്റൽ തെളിവുകളുടെ ബലത്തിൽ കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ സ്ഥാപിച്ചെടുത്തതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും നിയമപരമായ നിലനിൽപ്പിനും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ആദ്യ ലൈംഗിക പീഡന പരാതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. മുതിർന്ന അഭിഭാഷകൻ S. രാജീവ് രാഹുലിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകും. കഴിഞ്ഞ ദിവസത്തെ വാദത്തിനു ശേഷം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും ഡോക്ടറുടെ മൊഴിയടക്കമുള്ള രേഖകളും പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വിധി പ്രഖ്യാപിച്ചത്. രാഹുൽ പതിവായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമായി വാദിച്ചു. ബലാത്സംഗവും ഗർഭചിത്രവും നടന്നു എന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ അവർ കോടതിയിൽ ഹാജരാക്കി. പരാതി വ്യാജമാണെന്നും CPM-ഉം BJPയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിച്ചമച്ചതാണെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. യുവതിയുമായുള്ള ബന്ധം പരസ്പര സമ്മതപ്രകാരമായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ചാറ്റുകളും വിവാഹ ഫോട്ടോയും പ്രതിഭാഗം ഹാജരാക്കി. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കോടതി നിരീക്ഷിച്ചു. വിവാദമുണ്ടാക്കാൻ മാത്രമുള്ള പരാതി എന്ന രാഹുലിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് വന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രകാരം രാഹുലിന് കുറ്റകൃത്യത്തെ പ്രാഥമിക പങ്കാളിത്തമുണ്ട്. തെളിവുകളുടെ ഗൗരവം പരിഗണിച്ച് മുൻകൂർ ജാമ്യം നൽകുന്നതിനുള്ള അസാധാരണ അധികാരം ഈ കേസിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജാമ്യം നൽകിയാൽ ഹർജിക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ സാക്ഷികളെ സ്വാധീനിക്കുവാനും തെളിവുകൾ നശിപ്പിക്കുവാനും സാധ്യതയുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിലവിലെ കേസിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിനുള്ള അസാധാരണമായ സാഹചര്യം കാണുന്നില്ല എന്നാണ് കോടതി തീർപ്പാക്കി വ്യക്തമാക്കിയത്.